പൈസ ഇന്ന് നമ്മൾ ട്രിപ്പ് മൂടാണെന്ന് പാലക്കാട് ഒരു റൈഡ് പോയി. വണ്ടി ഇരിക്കണ ചുവപ്പ് കളർ പടക്കുതിരയും ഡീസൽ വണ്ടി 2 മൈലേജ് വണ്ടിയാണ്. ഞങ്ങൾ നേരെ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ നേരെ പാലക്കാട് ഹോട്ടലിൽ വരുന്ന NMR ബിരിയാണി തിന്നു. ചിക്കൻ ബിരിയാണി പിന്നെ സൂപ്പർ ബിരിയാണി. പാലക്കാടൻ ഫേമസ് ബിരിയാണി. പിന്നെന്തിനാ പേര് ഹരിഹര പുത്ര മറ്റേ സ്വീറ്റ്സ് സംഭവം ഇടുക്കി അടിപൊളി ഡാമിന്റെ ഈസ്റ്റ് മലമ്പുഴ ഡാമിന്റെ ബാക്ക് വശം കാണാൻ വന്നേനെ. ഇത് വഴിയിൽ നിന്ന് ഒരാൾ തള്ളിയത് 40 കിലോമീറ്റർ ഉണ്ടെന്ന് ഈ റോഡ്. 40 കിലോമീറ്റർ ആണെങ്കിൽ ഒരു ജില്ല മൊത്തം കറങ്ങാലോ. അല്ല ഞാൻ വണ്ടിയിൽ പെട്രോൾ ഇല്ലടാ. അപ്പോൾ 2 കിലോമീറ്റർ ബാക്കിലോട്ട് പോയി അടിച്ചോ. അല്ലെങ്കിൽ ഇത് മൊത്തം 40 കിലോമീറ്റർ പോകണം പറഞ്ഞാൽ അയാള് വെള്ളപ്പുറത്ത് പറഞ്ഞു. വെള്ളത്തിൽ നല്ലൊരു സാധു മനുഷ്യൻ. ആളുടെ അറിവതായിരിക്കും. ഇതാണ് കലിങ്ക്. പണ്ട് കാലത്ത് നമ്മള് ഈ തോട്ടം ഈ വിറകൊക്കെ വെട്ടിക്കൊണ്ടുപോലെ. ഇതെന്താന്നറിയോ? കല്ലാന്ന് വെച്ചാൽ എന്തിനാ ഉപയോഗം എന്നറിയോ? ഇരിക്കാൻ വേണ്ടിട്ടുള്ള ഇരിക്കാനല്ല. ഇത് ഈ പണ്ട് കാലത്ത് ഈ തൊഴിലാളികൾക്ക് ഈ കൂപ്പുന്ന മരങ്ങൾ ലോഡ് കൊണ്ടുപോയില്ലേ, തലയിൽ വെച്ച് വിറക് കൊണ്ടുപോകുമ്പോൾ താങ്ങാൻ വേണ്ടിയിട്ട് അത് ഇവിടെ വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആ വിറക് ഇതിമ്മ ചാരി വെക്കും. എന്നിട്ട് നമ്മൾ ഒരാളെ സഹായിക്കാൻ വേണ്ട, ഈ കലിങ്കുണ്ടെങ്കിൽ ഇതിമ്മ വെച്ചിട്ട് അവർക്ക് ഒറ്റയ്ക്ക് തന്നെ ഏറ്റി കൊണ്ടുപോകാം. അതിനുള്ള സാധനം അല്ല, ഇരിക്കാൻ വേണ്ടി മാത്രമല്ല. ഇരിക്കാൻ വേണ്ടി ഇത്ര ഹൈറ്റിൽ പണിയണം. അവിടെ താഴത്ത് ഇഷ്ടംപോലെ സ്ഥലമില്ലേ. നമ്മൾ കുത്തി പിടിച്ച് കയറിയതാണ്. ഇത് കൈമ കുത്തി പിടിച്ചു. നീ കണ്ടില്ലേ, നീ കാല് കുത്തി പിടിച്ച് വയറും കുത്തി കയറി നമുക്ക്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അത്രയ്ക്ക് ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞത്. ഇതിന് ഞാൻ ഒരു അവസരം കിട്ടും കാണാത്ത. ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. മലമ്പുഴ ഡാമിന്റെ പുറകുവശം ഈസ്റ്റ് മലമ്പുഴ. ഞങ്ങൾ പാലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. കൃത്യം ഒരു 9:15 ഉണ്ടാവില്ല. 9:15 ഇറങ്ങി 2 ബൈക്ക് പടക്കുതിര 2 ബൈക്ക് 2 പടക്കുതിരയാണ്. ഒന്ന് ഡീസൽ ബുള്ളറ്റ്, മറ്റേത് ബജാജ് പ്ലാറ്റിന. പറയുന്നത് 120 രൂപയ്ക്ക് വരന്തരപ്പള്ളി പമ്പൊന്ന് പെട്രോൾ അടിച്ചിട്ടാണ്. വേറെ എവിടെയും പെട്രോൾ അടിച്ചില്ല. ഇനി വഴിയിൽ പെടുമെന്ന് പഠിച്ചവനറിയാം. ഡീസൽ ഞങ്ങൾ 500 രൂപയ്ക്ക് അടിച്ചിട്ട് വന്നേ ഉള്ളത്. ഇപ്പോൾ അതെ, ഞങ്ങൾ ഉച്ചയ്ക്ക് രാവിലെ പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതായത് ഞങ്ങൾ അവിടെയൊക്കെ നിർത്തി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഐസ്ക്രീം ഒക്കെ തിന്ന് അങ്ങനെ നിർത്തി പോന്നു. പിന്നെ ഞങ്ങൾ വന്ന് എന്താ പറയുക, നമ്മൾ പാലക്കാട് ടൗണ് അല്ലേ, പാലക്കാട് ടൗണ് ഇറങ്ങി. അതിന് നമ്മൾ ബിരിയാണി കഴിച്ചു. ഫേമസ് ബിരിയാണി എല്ലാവരും പറയാറുണ്ട്. നല്ല NMR ബിരിയാണി. നല്ല തമിഴ്നാടൻ ടേസ്റ്റാണ്. പക്ഷേ പാലക്കാടൻ മെയിൻ സിറ്റിയുടെ മെയിൻ ബിരിയാണിയാണ്. പിന്നെ ഹരിഹര സ്വീറ്റ് അതും ഫേമസ് ആണ്. ഞാൻ ജിലേബി, എനിക്ക് ഇഷ്ടമായത് ജിലേബിയാണ്. ഫൈസലിന് എന്താ ഇഷ്ടമായത്? എനിക്ക് മൈസൂർ പാക്ക്. അത് ഗീലാണ് ഫുള്ള്. അവർ മൊത്തം ഗീലുണ്ടാക്കിയാണ്. വേറെ കളർ കൂട്ടൊന്നുമില്ല എന്ന് അവർ പറഞ്ഞില്ല. ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ബിരിയാണി കഴിച്ച് ആകെ 400 സംതിങ് ആയിട്ടുള്ളൂ. സീറ്റ് വാങ്ങിയത് തന്നെ 600 രൂപേൻ്റെ അടുത്തായി. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു ടേസ്റ്റും മനസ്സിലായില്ലേ. സ്വീറ്റിന് ഭയങ്കര റേറ്റായി. റേറ്റ് കൂടിയുണ്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത്ര നല്ല ക്വാളിറ്റിയാണ്. എല്ലാം സൂപ്പറായിരുന്നു. ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ, വീണ്ടും പറയണം. ചിക്കൻ ബിരിയാണി ഞങ്ങൾ 3 നാൾ കഴിച്ചത്. പിന്നെ ഇപ്പോൾ 50 ഇതാണ് ഖവ എന്ന് പറഞ്ഞ സ്ഥലം. പാലക്കാട് മലമ്പുഴ പുറകുവശം ഈസ്റ്റ് മലമ്പുഴ. അതെ, ഇത് മൊത്തം കണ്ടോ. ഇതേ നമ്മൾ ഇവിടുന്ന് ഈ ഏരിയ മൊത്തം വർഷകാലമൊക്കെ നിറച്ച് വെള്ളമായിരിക്കും. അത് ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള അധികാരമില്ല. ഉദ്യോഗസ്ഥർ കണ്ടാൽ ഫൈൻ അടിക്കും, കേസും കാര്യങ്ങളൊക്കെ ആവും. വേനലിൽ വന്നിട്ട് നമുക്ക് ഇവിടെ എന്താണ് ചെയ്യാം, കറങ്ങും ചെയ്യാം, വണ്ടി കൊണ്ടൊക്കെ പോവുകയും ചെയ്യാം. അവിടുന്ന് സൂര്യനെ കാണാൻ പോയി തോന്നുന്നു അല്ലേ. മൊത്തമാണ് ഫുള്ള് നല്ല സ്പോട്ടാണ്. കണ്ടാ വൈകുന്നേരങ്ങളൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പാടില്ല കേട്ടോ. അവിടെയൊക്കെ ചതുപ്പുകളുണ്ടാവും, വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളാണ്. വർഷകാലം കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം കയറി ഇങ്ങോട്ടേക്ക് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞങ്ങൾ പോകാൻ പാടില്ല. അവിടെയൊക്കെ ഫുള്ള് ബോർഡ് വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ ബോർഡ് വെച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ സമയം ഇവിടെ 6 മണിയായി. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആന ഇറങ്ങുന്ന സ്പോട്ടാണ്. അവിടെ ഇത് ബോർഡുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരുട്ടാവ് നിൽക്കരുത്, വേഗം പോകണം, വാഹനങ്ങളോട് നിർത്തിയിടരുത്, ആനത്താരൊക്കെ ഉണ്ട്, ആനകൾ എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞു. അത്രയും പെട്ടെന്ന് ഇരുട്ടാണ് മുൻപിൽ തിരിച്ചു പോകണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ സൺസെറ്റ് പ്രതീക്ഷ വന്നാണ്. സൺസെറ്റ് കാണാനില്ല, കാരണം ക്ലൗഡ് വന്നു. കണ്ടാ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല കാറ്റും നല്ല തണുത്ത കാറ്റാണ്. എവിടെയോ അവിടെ അടുത്ത് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്.
ഈ മല നോക്കിയാൽ എന്ത് ഭംഗി നോക്കിയാ ഇവിടെ നിൽക്കാൻ കാണാൻ ഒരു ഭംഗി വേറെ ആ മലേൻ്റെ ഉയരം നോക്കിയാൽ വർഷകാലത്ത് ഒരു നല്ല സ്റ്റൈലായിരിക്കും. കാരണം അതിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളങ്ങളും ചാടി നല്ല വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള സ്പോട്ടാണ് ഇത്. മലമ്പുഴ ഡാമിൻ്റെ ഈ എൻഡാണ്. ഇവിടെയൊക്കെ പരന്ന് കിടക്കുന്നത് വലിയ ഡാമാണ്. കണ്ട ഇവിടുന്ന് തുടങ്ങും. ഡാം കിടക്കുന്ന എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ്. അത്ര വലിയ ഡാമാണ്. വർഷകാലം ആകുമ്പോൾ ഇവിടൊക്കെ ഫുള്ള് ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. വലിയ കാണുന്നത് കണ്ട ആ സൈഡില് അതൊക്കെ ഡാമിന്റെ ചളിപ്പുള്ള സ്ഥലം ഫുള്ള് ചളിയാണ്. അതായത് ചതുപ്പാണ് ഏരിയ മൊത്തം. ഫുള്ള് വെള്ളം ചളിയും എല്ലാം ഉണ്ട്. നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാർ വന്നാൽ ചിലപ്പോൾ ആ ചെളിയിലൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് പരിചയമില്ലാത്ത ആരും ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കരുത് ദയവ് ചെയ്ത്. വലിയ അപകടത്തിൽ ഉണ്ടാവും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ടാറ്റ പരിപാടി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സി യു.